കെ ബാബുവിന്റെ തുടർച്ച തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകുമെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയ്. 5 അക്കത്തിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എറണാകുളത്ത് 14 സീറ്റും നേടുമെന്നും ദീപക് ജോയ് ന്യൂസ് 18 പറഞ്ഞു. തൃപ്പൂണിത്തുറയിലെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയാണ് ചേരുന്നത്. 81% പോളിംഗ്. വലിയ പ്രതീക്ഷ തന്നെയാണോ? തീർച്ചയായും വലിയ പ്രതീക്ഷയാണ്. വലിയ പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. തൃപ്പൂണിത്തുറ UDFന്റെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ 30 വർഷക്കാലം UDFന്റെ കയ്യിൽ, കെ ബാബുവിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്ന മണ്ഡലമാണ്. ആ തുടർച്ച UDF നിലനിർത്തും. വലിയ ഭൂരിപക്ഷം, 5 അക്കത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അപ്പം കേരളത്തിൽ മുഴുവനും വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ് ഉയർന്നിരിക്കുന്നത്. അതൊരു UDF തരംഗമായാണ് ക്യാമ്പുകളിലൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും UDFന്റെ തരംഗമാണ്. എപ്പോഴും പോളിംഗ് കൂടുമ്പോൾ സ്വാഭാവികം UDFന് വലിയ വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ പോളിംഗ് ശതമാനം വളരെ ഉയർന്നത്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് 100 സീറ്റിൽ പരം സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക് വരും. എറണാകുളം ജില്ലയിൽ നിന്ന് തൃപ്പൂണിത്തുറ ആദ്യം തന്നെ വിജയിച്ച് അതിന് മാറ്റുകൂട്ടും. എറണാകുളത്ത് 5 സീറ്റുകളാണ് കഴിഞ്ഞ വർഷം കൈവിട്ടു പോയത്. അത് 5ഉം തിരിച്ചു പിടിക്കാമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായും തന്നെ 14 സീറ്റും UDFന് തിരിച്ചു പിടിക്കുക. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ 5 സീറ്റ് ഉൾപ്പെടെ 14 സീറ്റും നമ്മൾ നിലനിർത്തും. അപ്പം ഡെപ്യൂട്ടി മേയർ ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടൊക്കെ കഴിഞ്ഞു. ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടോ എന്താകും റിസൾട്ട് എന്ന്? ഇല്ല, തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാവും. ഇന്നലെ തന്നെ ഞാൻ കോർപ്പറേഷനിലെത്തി. രാവിലെ 10:30 മണിക്ക് തന്നെ കോർപ്പറേഷനിലെത്തി. കോന്തുരുത്തി പുഴപ്പുറമ്പോക്കിലെ നിവാസികളിലെ ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ 88 ഫാമിലിക്കുള്ള 14 ലക്ഷം രൂപ വെച്ച് 11.5 കോടി രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. 4:30 മണിക്ക് മേയറും ഞാനും ഈ സൈറ്റ് വിസിറ്റ് ചെയ്താണ് ഇന്നലെ തന്നെ. ഇന്ന് അതിൻ്റെ പൊളിക്കൽ നടപടികൾ തുടങ്ങി. ഇന്നലെ നോട്ടീസ് പതിച്ചു. പൊളിക്കൽ നടപടികൾ ആരംഭിച്ചു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഫണ്ട് കോർപ്പറേഷൻ്റെ തനത് ഫണ്ടും മറ്റു കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പൂർണ്ണമായി 1 കോടി രൂപ സർക്കാർ സഹായം ലഭിച്ചിട്ടുണ്ട് ലൈഫിൻ്റെ പദ്ധതിയിൽ. ബാക്കിയുള്ള 16 കോടി 30 ലക്ഷം രൂപ കോർപ്പറേഷൻ്റെ ഫണ്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. തീർച്ചയായും ഒരു പോലീസോ ഒരു പട്ടാളമോ ഒന്നുമില്ലാതെ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത് നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്. അത് ആ അക്ഷരം പ്രതി നടപ്പാക്കുകയാണ്. ഏറ്റവും ചാരിതാർത്ഥ്യമുള്ളതാണ്. തീർച്ചയായും ഞങ്ങൾ ആദ്യമേ മേയറും ഡെപ്യൂട്ടി മേയറും പാർട്ടി തീരുമാനമായപ്പോൾ MLA-മാരെല്ലാം കണ്ട കൂട്ടത്തിൽ എറണാകുളം MLA കണ്ടപ്പോൾ അദ്ദേഹം വെച്ച ആദ്യത്തെ ആവശ്യമായിരുന്നു ഇത്. 126 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേവലം 3 മാസം പോലും ഇല്ല ഞങ്ങൾ അധികാരത്തിലേറിയിട്ട്. ഇത് നടപ്പാക്കാൻ സാധിച്ചു. സർക്കാരിൻ്റെ സഹായത്തോടുകൂടി അനുമതികൾ ലഭിച്ചു. തീർച്ചയായിട്ടും അത് അഭിമാനകരമാണ്. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷിയാസിൻ്റെ ഒരു പ്രസ്താവന വലിയ ചർച്ചയായിരിക്കുകയാണ് ക്യാമ്പിലടക്കം. ഇപ്പോൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാളാകണം, അത് VD സതീശനാണെന്ന് പറയാതെ പറയുന്ന തരത്തിൽ. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ? പാർട്ടി തീരുമാനങ്ങൾ പാർട്ടിയാണ് എടുക്കുന്നത്. അതിനെക്കുറിച്ച് പാർട്ടി പോസ്റ്റിലിരിക്കുന്ന ആളുകൾ മറുപടി പറയുന്നതാണ് ഉചിതം. ശരി, എന്തായാലും എല്ലാവിധ ആശംസകളും. ആ തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ദീപക് ജോയി. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.